കുറേ ആൾക്കാർ കസ്റ്റമറുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ എല്ലാ ലബനും സൈൻ ലബനാണെന്നാണ്. കസ്റ്റമറോട് വ്യക്തമായിട്ട് പറയാനുള്ളത് എല്ലാ ലബനും സൈൻ ലബനല്ല. പിന്നെ രാവിലെ നീക്കുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എ മുതൽ സെഡ് വരെ ലബന, എ ലബൻ, സി ലബൻ, ഡി ലബൻ. ഇപ്പോൾ ഓരോന്ന് കഴിച്ചിട്ട് നമ്മളതാണോ എന്ന് തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു പേടി, നമ്മളെ ഒരു കൺസേൺ ഞങ്ങൾക്കുണ്ട്. എന്തായാലും ക്വാളിറ്റിയിൽ നഷ്ടം വന്നാലും വേണ്ടില്ല. സാധാരണ എല്ലാവരും സെയിൽസ് കൂടാൻ വേണ്ടി, ബ്രാൻഡിന്റെ വിസിബിലിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് ഷോപ്സിന്റെ എണ്ണം കൂട്ടുന്നത്. നമ്മൾ ക്രൗഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. 2 ദിവസം കാക്കനാട് നിന്ന് നമ്മൾ വാച്ച് ചെയ്തതാണ്. അവിടെ എത്ര കസ്റ്റമർ വാക്കിങ്സ് ഉണ്ട്. നമ്മള് ഹെയറിംഗ് നിർത്തിയിട്ടില്ല. തുടങ്ങിയ അന്ന് മുതൽ ഹെയറിംഗ് ആണ്. ഫ്രാഞ്ചൈസിക്ക് ഒരു ഫോണൊക്കെ വാങ്ങി നല്ലൊരു സിം ഒക്കെ എടുത്ത് ഞങ്ങളെ മൊത്തം മാനേജേഴ്സിനൊക്കെ നമ്പേഴ്സ് ഒക്കെ എടുത്ത ടൈമിൽ അപ്പം അങ്ങനെ ആ നമ്പർ എടുത്ത് പിറ്റത്തെ ദിവസം ഞങ്ങൾ ഓഫാക്കി. ഓരോ ദിവസം 100 ഫോണെങ്കിലും വരും. ഇപ്പം നമ്മളെ ഇൻസ്റ്റാഗ്രാം ഞാനിപ്പം ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഡെയിലി നമുക്ക് വരുന്നത് ഒരു 100ഉം 120ഉം കൊളാബാണ്. അതേപോലെ ഒരു ദിവസം നമസ്കാരം, ഞാൻ അന്ന സൂസൻ. ഒരു അടിപൊളി സ്പാർക്കുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് ഈ കൊച്ചിയിലെ സീപോർട്ട് എയർപോർട്ട് റോഡിലും MG റോഡിലൊക്കെ ഒരു ഷോപ്പിന്റെ മുമ്പിൽ വലിയൊരു ക്യൂ. കൊച്ചിക്കാരെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഒരു ക്യൂ. ഞാനും കണ്ടു, ഞങ്ങളും പോയി നോക്കി. സൈൻ ലബാൻ എന്ന് പറയുന്ന വലിയൊരു ബോർഡും ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ഷോപ്പും ഒരു നല്ല രസമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ടൊരു ഷോപ്പ്. ഒരു ഡെസേർട്ട് ഷോപ്പാണെന്ന് മനസ്സിലായി. കയറി വാങ്ങിച്ചു, കഴിച്ചു. ഇപ്പോൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. അന്ന് മുതൽ ആഗ്രഹിക്കുന്നതാണ് കൊച്ചിയിലേക്ക് ഇത്രയും ട്രെൻഡായിട്ട് കൊണ്ടുവന്ന ഈ സൈൻ ലബാൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പുറകിലുള്ള ആളുകളെ ഒന്ന് കണ്ടുപിടിക്കണം, അവരെ ഒന്ന് സ്പാർക്കിന്റെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കണം എന്ന് ഞങ്ങളുടെ ആ ഉദ്യമത്തിന്റെ ഭാഗമായിട്ട് ആ വലിയ ബ്രാൻഡിന് പിന്നിൽ പ്രവർത്തിക്കുന്ന 3 പേരെ നമുക്ക് ഇന്ന് സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം റിഷിയാസ്, ഹാഷിം, റിഷാദ്. പ്രായത്തിന് എല്ലാവരും മൂത്തതല്ല, വിശ്വാസം മാത്രം ഇളയതാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഞാൻ നിക്കാന്ന് വിളിക്കാം അല്ലേ? പേര് വിളിച്ചാൽ മതി. അതാണ് സന്തോഷം തന്നെ. ഞാൻ നിങ്ങളുടെ കഥയിലേക്കൊക്കെ വന്നേക്ക് മുന്നേ റിഷാസിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ എങ്ങനെയാണ് പരിചയം? ഏതാണ് നാട്? നിങ്ങളുടെ സ്വദേശം ഏതൊക്കെയാണ്? ഞങ്ങള് മലബാർ റീജിയണിലാണ്. മലപ്പുറം ആണ് നമ്മള് ഡിസ്ട്രിക്ട് വരുന്നത്. അത് എൻ്റെ ബ്രദറാണ് റിഷാദ്, ബ്രദേഴ്സാണ്. ഇത് നമ്മളെ പാർട്ട്ണറാണ്. അത് പാർട്ട്ണർ ആയത് നമ്മളൊരു ഫാമിലി ബിസിനസ് മുഖേനയാണ്. നമുക്കൊരു ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പ്സ് ആണ്. പിന്നെ ബേക്കറി സെക്ഷൻസ് ഉണ്ട്. അപ്പം അതിൽ പാർട്ട്നേഴ്സായിട്ട് കിടക്കുന്ന നമ്മളെ 3 ഫാമിലീസാണ്. ഒന്ന് എൻ്റെ ഫാമിലി, അന്ന് ഇവൻ്റെ ഉപ്പ ആ ഫാമിലി, പിന്നെ വേറൊരു പാർട്ട്ണറും പാടുണ്ട്. സൗദി ബേസ്ഡ് ആണ്. അവർ 3 ടീം കൂടിയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പ് ശൃംഖലയാണ് ഉള്ളത്. അപ്പോൾ അവർ ഓൾറെഡി പാർട്ട്നേഴ്സാണ്. അതിൽ നിന്ന് ഞങ്ങള് കണ്ടുമുട്ടിയതാണ്. നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയാം. ഞങ്ങളിപ്പോ കണക്ട് ആവുന്നുള്ളൂ. അവര് പഴയ സുഹൃത്തുക്കളും. അവര് ഇപ്പൊക്കെ നമ്മൾ ഓൾറെഡി 1940 മുതൽ റെസ്റ്റോറന്റ് ഫീൽഡിലുള്ളതാണ്. ഇപ്പോ ഓൾറെഡി ബേക്കറി ഫീൽഡിലുള്ളതാണ്, ബേക്കറി പ്രൊഡക്ഷൻ ഫീൽഡിലുള്ളതാണ്. ഇപ്പോൾ എന്റെ ഫാദർ ആയാലും ബേക്കറി പ്രൊഡക്ഷനിലുണ്ടായിരുന്നു. അങ്ങനെ കുറെ ഫുഡ് ഇൻഡസ്ട്രിയിലും വേറെ ബിസിനസ്സിലൊക്കെ ഇൻവോൾവ് ആയി കിടക്കുന്ന ആൾക്കാരാണ്. കൺസ്ട്രക്ഷൻസ് ഉണ്ട്, കുറേ ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അവരങ്ങനെ പാർട്ട്നേഴ്സ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ പുതിയൊരു ഫ്രണ്ട്ഷിപ്പും പാർട്ട്ണർഷിപ്പിന്റെ സിനർജി നിങ്ങളിലൂടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ റീക്രിയേറ്റ് ഒന്നിച്ച് പോകാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കണം. ഒന്നിച്ച് നമ്മൾ ആയിക്കൊണ്ടിരിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ. അല്ല, ഓൾറെഡി നമ്മള് കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കഫേ ഉണ്ട്. നമ്മള് സെക്കൻഡ് ജനറേഷൻസ് സ്റ്റാർട്ടപ്പ് ഇട്ട ഒരു പ്രൊഡക്റ്റ് ആണ് സൈൻ ലബാൻ. നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരു സാധനമാണ് സൈൻ ലബാൻ. ഈ സൈൻ ലബാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ക്യൂ കണ്ടിട്ട് ഞാൻ ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഡെസേർട്ട് ആണെന്ന്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ജനറേറ്റ് ആവുന്നത്? ഇവര് രണ്ടുപേരും ഇതേപോലെ ഇങ്ങനെ ദുബായിലൊക്കെ പോയി ഇവര് ട്രിപ്പൊക്കെ പോകാറുണ്ട്. അങ്ങനെ ദുബായി പോയപ്പോ ഇതേപോലെ ബി ലബാൻ എന്ന് പറഞ്ഞിട്ട് ഡെസേർട്ട് ഷോപ്പ് കണ്ടു. അപ്പൊ അവിടുന്ന് ഒരു ഡെസേർട്ട് അവരിങ്ങോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് കൊണ്ടുവന്നു. അപ്പൊ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ചെയ്യാൻ കഴിയോ ചോദിച്ചു. ഞങ്ങൾക്ക് ഓൾറെഡി ഒരു കഫേ ഉണ്ട് ഈ കോട്ടക്കലാണ്. സൈൻ റെസ്റ്റോറന്റിന്റെ അടുത്ത് തന്നെയാണ് ഒരു കഫേ ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഈ പ്രൊഡക്റ്റ് ഷെഫിനെ കാണിച്ചു. അപ്പൊ ഷെഫ് പറഞ്ഞു നോക്കാം പറഞ്ഞു. നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് നോക്കി. അതേപോലെ ഇങ്ങനെ കുറച്ചൊക്കെ ടെസ്റ്റ് നോക്കി. അപ്പൊ അതില് ഫസ്റ്റ് ഒന്നും ക്ലിയർ ആയില്ല. പിന്നെ ഇങ്ങനെ
ക്ലിയർ ആയി. എത്ര നാളെടുത്തു ഇത് ക്ലിയർ ആയി നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലേക്ക് എത്താൻ? ഒരു മാസം അങ്ങനെ എടുത്തു, ഒരു പ്രൊഡക്റ്റിന്. അപ്പോൾ പിന്നെ ബാക്കി ഒരുപാട് മെനുകൾ ഉണ്ട്, പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റിന് തന്നെ ഫസ്റ്റ് ആണല്ലോ ഇത്. അപ്പോൾ പിന്നെയാണ് അന്വേഷിച്ചപ്പോൾ കിട്ടിയത് ഇത് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവർ ഒന്നേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇതേപോലെ ഞാനൊരു ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മെനുകളൊക്കെ കിട്ടി. പിന്നെ അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കുറച്ചൊക്കെ ചെയ്തു. അപ്പോൾ 2-3 മാസമൊക്കെ എടുത്തു. പിന്നെ അതും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഷെഫിന് പറഞ്ഞു കൊടുത്തു. അവിടുന്ന് കഴിച്ചിട്ടാ വന്നത്. അങ്ങനെ കൊണ്ടുവന്നില്ല, അവിടുന്ന് കഴിച്ചു നോക്കി. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ പരിചയം ഉണ്ടല്ലോ ഓരോന്നിനെ കുറിച്ച്. അപ്പൊ ഷെഫിനെ പറഞ്ഞു കൊടുത്തിട്ട് ഷെഫിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് ഏകദേശം കറക്റ്റ് ആക്കി. അങ്ങനെ ഞങ്ങള് തൊട്ടടുത്ത് ഞങ്ങളെ കഫേന്റെ മുന്നിൽ തന്നെ ഒരു കിയോസ്ക് ഇട്ടു. അപ്പോൾ അതില് ഒരു 3 പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്തത്. 3 പ്രൊഡക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്ത് ആളുകൾക്ക് കുറച്ചൊക്കെ പറ്റി. ഞങ്ങളെ ബിസിനസ് ആദ്യം ഒരു കുറഞ്ഞ സെയിൽ ഉള്ളായിരുന്നു. പിന്നെ അതിൽ നിന്ന് കുറച്ചിങ്ങനെ താഴോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അത് എന്താ കുറയാനുള്ള കാരണം നോക്കിയപ്പോൾ മെനു അവൈലബിലിറ്റി കുറവായി. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഒരൈറ്റം കൂടെ ഞങ്ങൾ അതിലോട്ട് ആഡ് ചെയ്തു. അതാണ് സലങ്കാറ്റി പറഞ്ഞൊരു പ്രൊഡക്റ്റ്. അത് പിന്നെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഹിറ്റായി. അത് പിന്നെ സെയില് ഓരോ ദിവസം തോറും കൂടിക്കൂടി വന്നു. അപ്പൊ ഞങ്ങൾക്ക് തോന്നി പിന്നെ ഇത് സെറ്റ് ആവും, ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണ്, ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ 6 മാസം ഞങ്ങൾ അവിടെ തന്നെ റൺ ചെയ്തു. ബിസിനസ്സും ഒരുപാട് കൂടി. പിന്നെ അങ്ങനെ മൂവ് ചെയ്യായിരുന്നു. അപ്പം ആദ്യത്തെ ഷോപ്പ് ശരിക്കും സൈൽനവാൻ എന്ന് പറയുന്ന ബ്രാൻഡ് ആദ്യത്തെ ഷോപ്പ് കോട്ടയ്ക്കലാണ് വരുന്നത്, നമ്മുടെ കഫയോട് തന്നെ ചേർന്നിട്ട്. അടുത്തത് പിന്നെ നമ്മുടെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മെനുവിൽ ഒന്നെന്നുള്ളത് 4 പ്രൊഡക്റ്റ് ആയി. അതിൽ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര ഹിറ്റായി. അടുത്തത് എന്നാ ചെയ്തു? നമ്മളൊരു 6 മാസം ഇപ്പം റിഷാദ് പറഞ്ഞ പോലെ അവിടെ പിന്നെ അത് റണ്ണ് ചെയ്തുകൊണ്ടേ നിന്നു. പിന്നെ ഒരു 2 മാസം പിന്നെ നമ്മളിത് ഒന്നും കൂടി നമ്മളിതിനെപ്പറ്റി ഒന്ന് പഠിച്ചു. കാരണം ഇത് പുറത്തേക്ക് പോകണമെങ്കിൽ കോട്ടക്കൽ എന്നുള്ളത് നമ്മളെ സിറ്റിയാണ്, നമുക്ക് അവിടെ എന്തും സെല്ല് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ട്. പക്ഷെ പുറത്തേക്ക് പോകണമെങ്കിൽ ഇതിന് കറക്റ്റ് ഒരു സ്ട്രക്ചർ ഓഫ് പ്ലാൻ ഉണ്ടാക്കണം. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ചെയ്തത് അതിനൊരു നല്ലൊരു സ്ട്രക്ചർ ഓഫ് പ്ലാൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഒരു SOP ക്രിയേറ്റ് ചെയ്തു. SOP ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് ഫസ്റ്റ് കൊണ്ടുപോയി പ്ലേസ് ചെയ്യണത് ഒരു നല്ല സ്ഥലത്താവണമെന്ന് നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 ആളും പിന്നെ അതേപോലെ നമ്മളെ കുറച്ച് കസിൻസ് ഞങ്ങളെ പാർട്ട്നേഴ്സ് തന്നെയാണ്, ഞങ്ങളെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ ഹൈലൈറ്റ് മാളിൽ എന്തുകൊണ്ട്, കാരണം കോഴിക്കോട് അത്യാവശ്യം വാക്കിങ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഹൈലൈറ്റ് മാൾ. പ്ലേസ് ആണ്, ഒരു സ്ഥലമാണ് കാലിക്കറ്റ്. അപ്പോൾ അങ്ങനെ കാലിക്കറ്റിൽ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളെ തീരുമാനം. അങ്ങനെ ഹൈലൈറ്റ് മാളിൽ നമ്മൾ പിന്നെ അവിടെ അപ്രോച്ച് ചെയ്തു. അതുപോലെ നമുക്കൊരു റൂം തന്നു. അങ്ങനെ ഫസ്റ്റ് ഷോപ്പ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫസ്റ്റ് ഷോപ്പ് ഇടുന്നത് കാലിക്കറ്റാണ്. ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് ഒരു ഷോപ്പ് ഇട്ടു. അപ്പോഴൊക്കെ നമുക്ക് ഫ്രാഞ്ചൈസി കോളുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രാഞ്ചൈസിനെ പറ്റി സംബന്ധിച്ച് നമ്മളൊരു ഫ്രാഞ്ചൈസി മോഡിലേക്ക് പോകാൻ നമുക്ക് ഒരു താല്പര്യമില്ല എന്നല്ല, നമ്മളൊരു ബ്രാൻഡ് നമ്മളൊരു കുട്ടീനെ കൊണ്ടിരിക്കുന്ന പോലെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളൊരു ചിന്ത നമ്മളെല്ലാവരും മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ ഒരു ഫോക്കോ ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റിംഗ് മെത്തേഡിൽ മാത്രം പോവുള്ളൂ. കാരണം അത് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഹൈലൈറ്റ് ഓപ്പണായി. പിന്നെ ഈ ഹൈലൈറ്റ് ഓപ്പണായ അന്ന് രാത്രി തന്നെ പിന്നെ ഞങ്ങളൊരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു, ഞാനും പിന്നെ റിഷാസും അതേപോലെ റിഷാദും കൂടി. ഇത് സെക്കൻഡ് ഷോപ്പാണ് ഞങ്ങളെ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ ബ്രാൻഡ് കൊണ്ട് ഓടുകയാണ്, അതായത് കൂടുതൽ ഷോപ്പിലേക്ക് എന്തായാലും നമ്മൾ ഇൻഷാ അല്ലാഹ് വരും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു വിഷന് നമ്മൾ ആ 2ാമത്തെ ഷോപ്പിൻ്റെ അന്ന് തന്നെ നമ്മൾ ആ വിഷന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണെന്ന് 25 ഷോപ്പായിട്ട് നിൽക്കുന്നത്. നമുക്ക് പിന്നെ ഒരു 6 മാസം മുമ്പ് പിന്നെ ഹൈലൈറ്റ് മാളിൻ്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്. ഇനി ഏറ്റവും അവിടുത്തെ ഏറ്റവും വൈറൽ സ്റ്റോർ ഒരു 4 മന്ത് കൊണ്ട് 4 മാസം കൊണ്ട് ഹൈലൈറ്റിന്റെ വൈറൽ സ്റ്റോർ എന്നുള്ള അവാർഡ് കിട്ടി. പിന്നെ നമ്മള് അടുത്ത ലൊക്കേഷൻ, കാരണം ലൊക്കേഷനാണല്ലോ അതിന്റെ പ്രൈം. നമ്മള് മലപ്പുറത്തിന്റെ ഒരു ഹൃദയം നേർക്ക് പെരിന്തൽമണ്ണയാണ്. പിന്നെ നമ്മൾ പെരിന്തൽമണ്ണ ഷോപ്പ് ഇട്ടു. അതേപോലെ പിന്നെ കോഴിക്കോട് തന്നെ പിന്നെ ഷോപ്പ് ഇട്ടു, മഞ്ചേരി ഷോപ്പ് ഇട്ടു. അതായത് അവിടെ
മലബാറിലെ മേജർ സിറ്റീസിലും സിറ്റീസിലും ഷോപ്സ് വന്ന് അവിടെ നമ്മളെ കൈനീട്ടി സ്വീകരിച്ചു. നല്ല പ്രൊഡക്റ്റ്, നല്ല ഫീഡ്ബാക്ക് ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തിൽ അങ്ങനെ. അപ്പൊ ടോട്ടൽ മലബാറിൽ മാത്രം നമുക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു ആ സമയത്ത്? നമുക്കൊരു 5-6 ബ്രാഞ്ച് ഉണ്ടായിരുന്നു മലബാറിൽ മാത്രം ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് പിന്നെ നമ്മൾ നേരെ വലിയൊരു മാറ്റമായിരുന്നു കൊച്ചിയിലേക്ക്. കൊച്ചിയിൽ വന്നപ്പോഴാണ് കേരളം മുഴുവൻ നിങ്ങൾ ട്രെൻഡ് ആവുന്നതും ഇവൻ എല്ലായിടത്തുനിന്ന് വരുന്ന കൊച്ചിയിൽ വരുന്ന ആൾക്കാരും സൈൻ ലബാനിലൊന്ന് പോയേക്കാം എന്നുള്ളൊരു ചിന്ത വരുന്നത്. ഈ കൊച്ചി എന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? കൊച്ചിയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? അതെന്താന്ന് വെച്ചാൽ നമ്മള് കോഴിക്കോട് ഓൾമോസ്റ്റ് നമുക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ, നമുക്കൊരു സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു മണ്ണിലൊരു ചവിട്ട് കിട്ടുക എന്ന് പറഞ്ഞില്ല, അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടുത്തൊരു എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ടോപ്പ് സിറ്റിയിൽ പെട്ട ഒരു സിറ്റി, പിന്നെ അടുത്ത മെയിൻ സിറ്റി വരുന്ന കൊച്ചിയാണ്. ഇപ്പം നമ്മൾ കൊച്ചിയിലോട്ടാണ് അടുത്തത് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളെല്ലാവരും ഒന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അതാണ് നമുക്ക് ഒന്ന് കിട്ടിയത്. അപ്പോൾ നമ്മളെന്തായാലും കൊച്ചിയിലോട്ട് പ്ലാൻ ചെയ്യാമെന്ന് ഇൻഷാ അല്ലാഹ് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചപ്പോൾ ഇനി കൊച്ചിയിൽ എവിടെ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. കൊച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാലത്തും വേറെ പല ബിസിനസ്സുകളും ഒക്കെ വലിയ ബിസിനസ്സുകളൊക്കെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഒരു ചെറിയൊരു ഫുഡ് സ്റ്റോഴ്സ് മൾട്ടി ചെയിൻ ഓഫ് സ്റ്റോഴ്സ് എന്നുള്ള പ്ലാനൊന്നും ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളതിങ്ങനെ നോക്കി ഒന്ന് പഠിച്ചപ്പോൾ കുറേ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് കുറേ റിവ്യൂസ് എടുത്തു. അപ്പോൾ നമ്മളൊരു ഈ യങ്സ്റ്റേഴ്സും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് കാക്കനാട് എന്നുള്ള ഒരു ഏരിയ നമുക്ക് കിട്ടി. നമുക്ക് കുറേ ഈ യങ്സ്റ്റേഴ്സ് കാര്യങ്ങൾ കൂടുതലുണ്ട്. നമ്മളെ പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് ഒക്കെ യങ്സ്റ്റേഴ്സാണ് കൂടുതലും കഴിച്ചിരുന്നത്. ഇപ്പോൾ കൂടുതലും ഫാമിലീസാണ്, യങ്സ്റ്റേഴ്സിൻ്റെ ആണ് കൂടുതലും ഇപ്പോൾ ഫാമിലി പ്രൊഡക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മളൊരു യങ്സ്റ്റേഴ്സ് പ്രൊഡക്റ്റ് എന്നുള്ള കൺസെപ്റ്റിലായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാക്കനാട് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് സ്റ്റോർ തുടങ്ങി. മാഷാ അല്ലാഹ് നമ്മൾ വിചാരിച്ചതിൻ്റെ ആട്ടിലും ഡബിൾ ട്രിപ്പിൾ നമുക്ക് ആൾക്കാർ ഇവിടെ വരവേറ്റു. നമ്മളെ അടിപൊളി സീപോർട്ട് എയർപോർട്ട് റോഡിൽ വള്ളത്തോൾ ജംഗ്ഷനിൽ അത് നമ്മള് ഇതിന് മുന്നേ നമ്മള് മഞ്ചേരി നമ്മളെ ഏരിയയിൽ തുടങ്ങിയപ്പോൾ തന്നെ ക്യൂ എന്നുള്ള സിസ്റ്റം മീൻസ് എൻ്റെ നാട് മഞ്ചേരിയാണ്. അവിടെ ക്യൂ എന്നുള്ള സിസ്റ്റം ഒന്നും ഇല്ല, വളരെ പൊതുവെ കുറവാണ്. അപ്പോൾ നമ്മൾ സ്റ്റോർ തുറന്നിട്ട് അവിടെ മുന്നിൽ ഇങ്ങനെ എല്ലാവരും ക്രൗഡഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്ത് ക്യൂ എന്നുള്ള സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തു. നമ്മളെ ബാരിക്കേഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അന്ന് നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ പറഞ്ഞിരുന്നു ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുമോ മീൻസ്. അപ്പോൾ കൊച്ചിയിലൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ വലിയ ബ്രാൻഡുകൾ ഉണ്ടായതുകൊണ്ട് ഓക്കെയാണ്. ബട്ട് നമ്മളെ ഏരിയയിലൊന്നും ഒരിക്കലും പോസിബിൾ ആവില്ല. അപ്പോൾ നമ്മൾ അത് വെച്ച് ടോക്കൺ സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്ത്, ഇപ്പോൾ ഡിസ്പ്ലേ ടോക്കൺസ്, അതും ഈ നോർമൽ ഇപ്പോൾ നമ്മളൊരു മലബാർ റീജിയനിൽ നിന്ന് വരുന്ന ഒരു ബ്രാൻഡിനൊന്നും ഒരിക്കലും ടോക്കൺ സിസ്റ്റംസ് ക്യൂ സിസ്റ്റംസ് അത് വരുന്നത്. അപ്പോൾ നമ്മളെ സോഫ്റ്റ്വെയർ ടീമിനായിട്ട് ഡിസ്കസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് ഒരു നമുക്ക് വേണ്ട ഒരു രൂപത്തിലുള്ള ഒരു ടോക്കൺ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ കൊച്ചിക്ക് വരുന്ന ടൈമിൽ നമുക്ക് സെയിൽ ഉണ്ടാവും നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. അവിടെ നമ്മളെ ചെറിയ നാട്ടിൽ അത്രയും തിരക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫുൾ സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് സ്റ്റോർ തുടങ്ങി. അത് മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് നല്ല സെയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മളൊരു വേ ഓഫ് നമ്മളൊരു സ്റ്റാർട്ടിങ് കുറച്ചും പാടെ സ്പീഡാക്കാൻ സാധിച്ചു. അതിൽ നിന്ന് നല്ല ബൂസ്റ്റ് ബ്രാൻഡായി. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോ ഒരുപാട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വളരാനായിട്ട് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നമ്മുടെ ആ ഒരു മാർക്കറ്റിംഗ് രീതികളൊക്കെ എങ്ങനെയായിരുന്നു? മാർക്കറ്റിംഗ് സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ഇൻസ്റ്റാഗ്രാം ഞാനിപ്പം പിന്നെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഡെയിലി നമുക്ക് വരുന്നത് ഒരു 100-120 കൊളാബാണ്. ഫുഡ് കഴിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മളെ പേജിനെ കൊളാബ് ചെയ്യാണ്. ഒരു 100-120 150 കൊളാബ്സ് വരികയാണ്. അതേപോലെ ഒരു ദിവസം നമ്മളെ സ്റ്റോറി നോക്കിയാൽ നമ്മളെ ടീം മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് ഫുള്ള് കഴിയണില്ലാതെ പറഞ്ഞു. കാരണം സ്റ്റോറി ഇപ്പോൾ നോക്കിയാൽ 60-70 സ്റ്റോറീസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മളെ മാർക്കറ്റിംഗ് നേർക്ക് എഫക്റ്റ് ആയത് ജനങ്ങൾ തന്നെയാണ്. അത്രയും ഒരു മൗത്ത് പബ്ലിസിറ്റി വന്നു. ഇതിട്ട് കഴിക്കുക നല്ല ടേസ്റ്റുള്ള ഐറ്റാന്നുള്ളത് മൊത്തത്തിൽ വന്നു.
പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇവരെന്നെ സ്റ്റോറി ഇട്ടത് ആളിലേക്ക് എത്തിച്ചു. പിന്നെ നമ്മളെപ്പോഴും പറയാലോ ഏതൊരു മാർക്കറ്റ് സ്ട്രാറ്റജിനെക്കാട്ടി അപ്പുറം മൗത്ത് പബ്ലിസിറ്റി ആണെന്നുള്ളത്. അത് ഭയങ്കരമായിട്ട് പിന്നെ സ്പ്രെഡായി. കൊച്ചിയിൽ വന്നതോടുകൂടി അതൊരു പിന്നെ കൊച്ചിക്കാരത് മനസ്സിലാക്കി. പിന്നെ നമ്മൾ മാർക്കറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആദ്യം വന്ന ഈജിപ്ഷ്യൻ ഡെസേർട്ട് നമ്മളതാണ്. അപ്പൊ അത് നമുക്ക് എവിടെ ഏത് ഇന്റർവ്യൂവിലും നമുക്ക് തുറന്നു പറയാം, ഇന്ത്യ ഫസ്റ്റ് ഈജിപ്ഷ്യൻ ഡെസേർട്ട് എന്നുള്ളത്. അത് നമ്മളൊരു മാർക്കറ്റിംഗ് ടാഗ് ലൈനാണ്. ഈ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വീണ്ടും നമ്മൾ വളരെയാണ് കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക്. അടുത്ത ഷോപ്പ് എവിടേക്കാ മാറിയത്? നെക്സ്റ്റ് ഷോപ്പ് വരുന്നത് നമ്മൾ ഇപ്പോൾ കൊച്ചി വള്ളത്തോൾ ജംഗ്ഷനിൽ തുടങ്ങിയ ടൈമിൽ അവിടെ പാർക്കിംഗ് കുറവാണ്, സീറ്റിംഗ് കുറവാണ്. എന്നിട്ടും ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് അന്ന് പാർക്കിങ്ങിൻ്റെ ഒക്കെ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. ഷോപ്പ് ക്ലോസ് ചെയ്യണം, പാർക്കിംഗ് ഇല്ലാത്ത ഇഷ്യൂ ആണ്. നമുക്ക് അല്ലല്ല ഓർഡർ കളക്ക് നമുക്ക് പോലീസിനൊക്കെ ഓർഡറൊക്കെ വന്നിരുന്നു. അതായത് വെള്ളത്തോൾ ജംഗ്ഷൻ ബ്ലോക്ക് ആയിരുന്നു ആ സമയം. ഈ റീസെന്റ് യൂസഫ് അലി സാറിന്റെ ഒരു വീഡിയോ കണ്ടു. തുടങ്ങിയ അന്ന് തന്നെ ഞാൻ എന്റെ ഷോപ്പ് അടയ്ക്കേണ്ട വന്നു. അപ്പൊ ആളുകൾ എല്ലാവരും ആ വീഡിയോ എടുത്ത് കണ്ടു നോക്കി. പക്ഷെ അത് അദ്ദേഹം പറഞ്ഞത് തിരക്ക് കാരണം ഇന്നൊന്ന് ഷോപ്പ് ക്ലോസ് ചെയ്തിടാമോ, അടുത്ത ദിവസം വന്നിട്ട് കാറ്റഗറി വൈസ് തുറക്കാമോ എന്നുള്ള ഗവൺമെന്റിന്റെ ഓർഡർ വെച്ചിട്ട് എന്തുവാണ് അദ്ദേഹം ക്ലോസ് ചെയ്തെന്ന് പറയുന്നത്. ആ സിറ്റുവേഷനോട് നമ്മൾ സംഭവം എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ലെറ്റർ വന്ന് നമ്മള് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് വെച്ചൊരു ഇതെന്താന്ന് വെച്ചാല് നമ്മള് കൊച്ചിയിൽ മാക്സിമം സ്റ്റോഴ്സ് ഇട്ടിട്ട് ഇവിടുത്തെ ക്രൗഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളപ്പോൾ. അപ്പം അന്ന് തന്നെ നമ്മൾ ആഷിമും ഞാനും കൂടി തീരുമാനിച്ച് 2-3 സ്റ്റോഴ്സും കൂടെ കൊച്ചിയിൽ ഇട്ടിട്ട് നമ്മൾ അവിടുത്തെ ക്രൗഡിനെ ഒന്ന് സ്പ്ലിറ്റ് ആക്കാം. ഇപ്പൊ MG റോഡിലുള്ള ഒരാള് കാക്കനാട് വന്ന് സാധനം വാങ്ങാണ്. അല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. സാധാരണ എല്ലാവരും സെയിൽസ് കൂടാൻ വേണ്ടി, ബ്രാൻഡിന്റെ വിസിബിലിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് ഷോപ്സിന്റെ എണ്ണം കൂട്ടുന്നത്. നമ്മൾ ക്രൗഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളവിടെ പറഞ്ഞതും അവരോട് അതാണ്, നമ്മൾ മാക്സിമം ക്രൗഡ് കുറക്കാൻ നമ്മൾ അത് ചെയ്യാം. ഒന്നാമത് നമ്മള് പ്രോബ്ലം തന്നെ നമ്മൾ പാർക്കിങ്സും കാര്യങ്ങളും നോക്കാതെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ, നമ്മൾ എന്താണെന്ന് അറിയില്ലല്ലോ. കാക്കനാട് ഇടുന്ന ടൈമിൽ നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ അടുത്തത് എടപ്പള്ളി മൗസിന്റെ ബിൽഡിങ്ങിലാണ്, ലുലുവിന്റെ തൊട്ട് സെക്കൻഡ് ഗേറ്റിന്റെ തൊട്ട് ചാലിയിട്ട്. അത് 2 ഫ്ലോർസിൽ കസ്റ്റമേഴ്സിന് ഒരു 60 സീറ്റിംഗ് ഉണ്ട്, പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ കുറച്ചൊരു സൗകര്യത്തില് ഒഴിവായിട്ടില്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മള് മാക്സിമം കുറക്കാൻ പറ്റി നോക്കി. പക്ഷേ എടപ്പള്ളി തുറന്നപ്പം പിന്നെ ഒരാൾ പോസ്റ്റ് ഇട്ടിരുന്നു. ഒരാൾ ഒരു അതിലിങ്ങനെ വണ്ടിയിൽ പോവാണ്. അപ്പോൾ മൂപ്പരിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്, ലൈൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എടപ്പള്ളിയിൽ. എന്നിട്ട് മേലെ ഇത് ബീവറേജ് അല്ലാന്ന് പറഞ്ഞിട്ട് ഇത് ഇതാണെന്ന് ഡെസേർട്ടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈറലായി. കുറെ ആൾക്കാർ ആ സ്റ്റോറി ഷെയർ ചെയ്തൊക്കെ ചെയ്തു. റെസ്റ്റോറൻറ്റ് ഷെയർ ചെയ്തൊക്കെ ചെയ്തു. ഞങ്ങളല്ലതൊന്നും വളർത്തിക്കുന്നത് എടപ്പള്ളി ഇട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത സ്റ്റോർ ഇടുന്നത് MG റോഡില് ഷെണായ് തിയേറ്ററിന്റെ അടുത്ത്. അപ്പോൾ അവിടുത്തെ ഒരു കസ്റ്റമർ ബേസ് വേറെയാണ്. അവിടെ കുറച്ച് ഫാമിലി ബേസ്ഡ് കസ്റ്റമറാണ് നമ്മളെല്ലാത്തും. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും പാടെ ഒരു ഫാമിലി ഓറിയന്റഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മളൊരു കിയോസ്കി സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഓട്ടോമാറ്റഡ് ഓർഡറിങ്. ഒന്നും പാടെ നമ്മൾ തിരക്ക് കുറക്കാം, ഒരു ക്യൂ എന്നുള്ള 2 ക്യൂവിലോട്ടാക്കാം എന്നുള്ള കൺസെപ്റ്റില്. ഇതൊക്കെ നമ്മളെ കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മളെ വളർത്തിയത്. അതിന് ഒരു ഓപ്ഷനും ഇല്ല, വേറൊരു ഇതും ഇല്ല. ഇനിയിപ്പോ പുതിയത് ഇപ്പൊ അടുത്ത് ലാസ്റ്റ് റീസെന്റ് തുറന്നത് ആലുവയിലാണ്. അത് ഓൾമോസ്റ്റ് 22th ഷോപ്പായിരുന്നു ആലുവയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓപ്പൺ ആക്കി, അൽഹംദുലില്ലാ അതും അടിപൊളിയായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അതും കുറച്ച് അത്യാവശ്യം പാർക്കിങ്ങും. അപ്പൊ നമ്മളിഞ്ഞ് പോകുന്നതൊക്കെ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് അങ്ങനെ പോവാണ്. ഞാൻ നേരെ തിരിച്ച് ഷാദിഖയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും ഭയങ്കര ശാന്തരായി നിൽക്കുന്ന ക്യൂ ഉണ്ടാക്കുന്ന ബിവറേജിലാണ്. അതിനുശേഷം ഇത്രയും ശാന്തമായിട്ടുള്ളൊരു ക്യൂ കാണുന്നത് ഈ സൈലബാന്റെ മുമ്പിലാണ്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയും ക്യൂവ്, ഇത്രയും ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഇത്രയും ഒരു അക്സെപ്റ്റൻസ് ആളുകൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വിശ്വസിക്കുന്നത്? അതില് ടേസ്റ്റ് തന്നെയാണ് ബേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് അറബിക് ഈ ഈജിപ്ഷ്യൻ ഡെസേർട്ട് പറഞ്ഞാൽ ഒരു ലെയർ ആയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഒരു ബേസ്, ഒരു ക്രീം, അതേപോലെ കേക്ക്, പിന്നെ ഒരു വേറെ ഫ്രൂട്ട്സിൻ്റെതാണെങ്കിൽ അങ്ങനെ ഓരോന്നിലും മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇത് ഒന്നിച്ച് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ആ ഒരു വേറെ മറ്റു ഡെസേർട്ടിനൊന്നും അങ്ങനെ കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു ഡെസേർട്ട് പിന്നെ വേറെ ഇതിൻ്റെ മുന്നൊന്നും വന്നിട്ടില്ല എൻ്റെ രീതിയിൽ തോന്നുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഒരു
ആ സംഭവം ഉള്ള നിലക്ക് തന്നെ ആവും ആളുകൾ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ടാവുക. പിന്നെ ഇതില് കളേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ വേറെ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഇല്ല പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. പിന്നെ ഇത് കുനാഫയാണ്. അപ്പൊ അതില് ഫ്രൈ ചെയ്യുന്ന RKG അങ്ങനത്തെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്, റോ മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ ടേസ്റ്റ് വേറെ തന്നെ എടുത്ത് തോന്നുന്നുണ്ടാവും. നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറങ്ങുന്ന നമ്മൾ ഈ 25 സ്റ്റോർസ് ഇപ്പോൾ ആയിട്ടുണ്ടെങ്കിലും ഈ 25 സ്റ്റോഴ്സ് നിങ്ങൾ ഏത് സ്റ്റോറിൽ ഇന്ന് പോയി കഴിച്ചാലും ഒരേ ടേസ്റ്റ് ആവും, സെയിം കൺസിസ്റ്റൻസിയാണ്. എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ കുറേ ബ്രാൻഡുകൾ ഇപ്പോൾ നമ്മളിത് റെപ്ലിക്കേറ്റ് ചെയ്ത് വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതുപോലെയല്ല, ഫസ്റ്റ് നമ്മൾ ഇട്ടത് ഒരു സെൻട്രൽ കിച്ചണാണ്. സെൻട്രൽ കിച്ചൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു 6000 സ്ക്വയർ ഫീറ്റ് ഒരു ബിഗ് സെൻട്രൽ കിച്ചണാണ്. അതിൽ QC ഉണ്ട്, ക്വാളിറ്റി കൺട്രോളർ ഉണ്ട്, പിന്നെ അതേമാതിരി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ട്രാവൽ ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റോറ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ഒരു ബേസ് കറക്റ്റ് നമ്മളൊരു ഫൗണ്ടേഷൻ പക്കയാക്കിയതിന് ശേഷമാണ് നമ്മൾ കൊടുക്കാറ് തുടങ്ങി. നമ്മൾ ഹൈലൈറ്റ് ഇടുന്ന ടൈമിൽ ഫസ്റ്റ് കിച്ചൺ ശരിയാക്കിയതിന് ശേഷമാണ്, സെൻട്രൽ കിച്ചൺ ശരിയാക്കിയതിന് ശേഷമാണ് ബാക്കി എല്ലാം. ഇതൊക്കെ 3 months കൊണ്ടാണ് മുമ്പിലേക്ക് വന്നത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞത് ഒരു SOP ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഷോപ്പ് പുറത്തേക്ക് പോയത്. പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ ലൈനിനെ കുറിച്ച് പറയുമ്പം അതൊരു ക്രേവിങ്സ് തന്നെയാണ് ആൾക്കാർക്ക്. ഒരട്ടം കഴിച്ചാൽ പിന്നെയും കഴിക്കാനുള്ള ആളുകളുടെ ആഗ്രഹമാണത്. സാധിച്ചു എന്നുള്ളതാണ്. അതെ അതെ അതെ. പിന്നെ ഒരു നമ്മൾ ഏതൊരു ഷോപ്പും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. എല്ലാവർക്കും നമ്മൾ അതുവരെ കാണാത്ത മോള് ഡിസൈനാണ് നമ്മുടെ ഈ ഷോപ്സിന് എല്ലാത്തിലും ഉള്ളത്. ഒരു നല്ലൊരു യൂണിഫോം മോഡല് നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ നോക്കിപ്പോവും. ലോഗോയിലേക്കാണെങ്കിലും നമ്മൾ നോക്കും, ആ ഷോപ്പിലേക്കാണെങ്കിലും നോക്കും. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ആക്ച്വലി എന്റെ ഐഡിയ ആണ്. ഞാൻ ഓൾറെഡി ഫേം റൺ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ഓൾ കേരള ചെയ്യുന്നതാണ്. അപ്പൊ നമ്മള് ഇത് ചെയ്യുമ്പോ അതെന്തായാലും യുണീക്ക് ആവണം. അതിനൊരു ഡിസൈൻ അതിലൊരു വേറെ ഒന്നും എടുത്ത പോലെ ഫീൽ ചെയ്യരുത്. അപ്പൊ അതിൽ നമ്മൾ യുണീക്കാക്കി ഒരു ഡിസൈന് നമ്മൾ കണ്ടെത്തി. അതൊരു ആളുകൾക്ക് പെട്ടെന്ന് കണ്ണിനെ അട്രാക്റ്റ് ആവണം. ഇപ്പൊ എന്റെ ഫീൽഡ് പേഴ്സണലി ഇതായതുകൊണ്ട് എനിക്ക് കൂടുതൽ ആഗ്രഹം ഉണ്ടാവും, ഞാൻ എന്റെ ഒരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ അത് അത്ര വിസിബിലിറ്റി കിട്ടണം എന്നുള്ളത്. അതാണ്. അതിൽ വേറെ കാര്യം എന്താ വെച്ചാൽ ഇപ്പം ആർക്കിടെക്ട് ഇപ്പം ഈ ബ്രാൻഡ് ഇപ്പം നിങ്ങൾ മുമ്പ് ചോദിച്ചു, ഇത്രയും പെട്ടെന്നൊരു ബൂമിങ് ഒരു ഇതുണ്ടായി, ഇത്രയും 25 ഷോപ്പിലേക്ക് പോയി. അപ്പം ഇതിലിപ്പോൾ ഞങ്ങൾ പാർട്ട്നേഴ്സിന് 3 ആളും 3 സെഗ്മെൻറ്റിലാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആർക്കിടെക്റ്റിൻ്റെ, അതായത് സിവിലിൻ്റെ അല്ലെങ്കിൽ ഡിസൈൻ്റെ ഒരു ടെൻഷൻ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ റിഷാദിന് അറിയേണ്ട ആവശ്യമില്ല. ആ ടെൻഷനൊക്കെ എന്താ പറയും റിഷാസ്, അത് എൻ്റെ മാത്രം സ്റ്റോർ അത്രയും നല്ല രസത്തില് അത് റിഷാസിൻ്റെ ടെൻഷനാണ്. പിന്നെ മാർക്കറ്റിങ്, മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, പേപ്പർ വർക്ക്, എക്സ്പാൻഷന്, അത് പിന്നെ ഇവർക്ക് രണ്ടാൾക്കാരേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉത്തരവാദിത്തം മാത്രമാണ് എനിക്ക്. ഫുഡിലേക്ക് പോകുമ്പോൾ പുതിയ ഫുഡ് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫുഡിൻ്റെ ടേസ്റ്റ്, ഫുഡിൻ്റെ ക്വാളിറ്റി എല്ലാം അത് റിഷാദിൻ്റെ കൈകളിലാണ്. പിന്നെ നമ്മളെ കുറച്ച് പാർട്ട്നേഴ്സ്, നമ്മളെ കസിൻസ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പം ഇത് ഒരു ടീം വർക്ക്, ഒരു ഗ്രൂപ്പ് വർക്ക്. അതേപോലെ തന്നെ എല്ലാ പാർട്ട്നേഴ്സും വേറെ കൈകൊള്ളവരാണ്. എനിക്കിപ്പം ഇതിൻ്റെ ഇടയിൽ ഒന്ന് പറയാനുള്ളത് അതാണ്. കാരണം പാർട്ട്ണർമാരെ നമ്മൾ സെലക്ട് ചെയ്തതല്ലത്, ഇത് ബൈ ചാൻസ് ആയതാണ്. എന്നാലും അത് എത്തിപ്പെടുന്നത് സെപ്പറേറ്റ് മേഖലയിൽ കഴിവുള്ള ആളാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ബ്രാൻഡ് ഹയറിലേക്ക് പെട്ടെന്ന് വളർത്താൻ പറ്റും. ഒരു ഉദാഹരണം നല്ല നല്ല സ്റ്റാഫുകൾ വേണം നമുക്ക്. ഓൾറെഡി ഇതിനെന്താ വെച്ചാൽ ഇത് നമ്മൾ പറഞ്ഞല്ലോ, കുറേ കാലങ്ങളായിട്ട് ഇതേ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള നമ്മളല്ലെങ്കിലും നമ്മളിപ്പാരും ഒക്കെ തലമുറകളായിട്ട് കണ്ടു വളർന്നതാണ്. അപ്പോൾ ഇതിൽ ഞമ്മക്ക് കുറേ ഒപ്പം സഹായിക്കാനും ഒക്കെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാവരും ഒന്നിച്ചുള്ളൊരു പ്രയത്നമാണ് ഇത്, ഒരു ടീം വർക്കാണ്. അത് പക്ക ടീം വർക്ക്. ആ ടീം വർക്കിനെ കുറിച്ച് ഏറ്റവും നന്നായി സംസാരിക്കാൻ പറ്റുന്ന റിഷാദ്. അദ്ദേഹമാണ് ആ ടീമിനെ ബിൽഡ് ചെയ്തിട്ടുള്ളതും. കാരണം ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടാണ്. ഈ ഒരു ടീമിന് ഈ ഒരു ബ്രാൻഡ് വളർന്നതിൽ എത്രത്തോളം പ്രസക്തി ഉണ്ട്? ഇപ്പോൾ ടീം വർക്ക് എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഇത് ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടും ഇവരോടാണ് ചോദിക്കാനുള്ളത് ഫസ്റ്റ്. അപ്പൊ നമ്മള് പാർട്ട്നേഴ്സിനെ കാണിക്കുന്നതിലേറെ ആദ്യം കാണിക്കേണ്ടത് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവരാണല്ലോ, ഇവരെ കാണിക്കാന്. അപ്പോ ഇത് അവിടെ നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇതേപോലെ സ്റ്റാഫുകളുണ്ട്, അവർക്ക് ആദ്യം കാണിച്ചു കൊടുക്കും, ടേസ്റ്റ് ചെയ്ത് നോക്കും. അതേപോലെ ഇതിനോരോ പേരുകളും അറബിക് നെയിമുകളാണ്, അതൊക്കെ സെലക്ട് ചെയ്ത് അവരൊക്കെ ചോദിച്ച് ഡിസ്കസ് ചെയ്തിട്ട്
ഓക്കെ അതിന് ശേഷം ഞാൻ ഇവരോട് പറയും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്, ഞങ്ങൾ ഓക്കെ നമ്മളൊരു ചെക്കിങ്ങും പാടെ കഴിഞ്ഞിട്ട് വേണം കടയിൽ കൊടുക്കാൻ. സാധാരണ അയക്കാറില്ല. ആദ്യം അവിടെ സെറ്റ് ആക്കിയിട്ടാണ് ഇവർക്ക് കാണിച്ചു കൊടുക്കുക. ഇനി 2 പ്രൊഡക്റ്റ് പുതിയതായിട്ട് അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ അവിടെ അണിയറയിൽ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. ലാസ്റ്റ് അവരോട് പറയുള്ളൂ ഇത് സെറ്റ് ആയിക്കണം, ഇനി ഒന്ന് കഴിച്ചു നോക്കാം. ഇത്രയും നല്ല ടീം നമ്മുടെ കൂടെ ഉണ്ട്. അത് അത്ര നല്ലൊരു സെറ്റപ്പ് ടീം അവിടെ ഉണ്ട്. ഓക്കെ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഓരോ ഫ്രാഞ്ചൈസിയിലേക്കും സാധനം എത്തിക്കാനും അവിടുന്ന് ഓരോന്നും ഫുൾ സപ്പോർട്ടാണ്. ഫുഡാണല്ലോ അത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഒരു സിസ്റ്റം ആണ് വേണ്ടത്. എന്താ വെച്ചാല് ഒരാൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അവിടെ എത്തിക്കേണ്ടത് ഷോപ്പുകളെ മാനേജ്മെന്റ്, നമ്മളെ ഷോപ്പിന്റെ തലവേദനകൾ, ഒരാൾ വർക്കിൻ്റെത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാം. നമ്മളെ പാട്ട് നമ്മൾക്ക് നോക്കാം, അടുത്ത ഷോപ്പിലോട്ട് പോവാം. ഇത് തുറന്നു കഴിഞ്ഞാൽ അത് കൂടാതെ നിങ്ങൾ 3 പേരും ഇത് കൂടാതെ വേറെ ബിസിനസ് വളരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെയാണ് സൈൻ ലബാൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് എല്ലാവർക്കും ഉണ്ട്. ഇവനുണ്ട് ഗോൾഡിന്റെ പരിപാടികൾ, ബിസിനസ് ഉണ്ട്, പറഞ്ഞു ജുവലറി ബിസിനസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സും കാറ്ററിംഗും ഇപ്പൊ പിടിച്ചെടുത്തേക്കുന്നത് ഫുഡിന്റെ മെനു ഡെസേർട്ട് ഒക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെ, ഞങ്ങള് വീഡിയോയില് ഫസ്റ്റ് ടൈം ആണ് ഞങ്ങളെ ഫാദേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അത് സെറ്റ് ആയിട്ട് മതി നിങ്ങൾ ഇതിമൊക്കെ ഇറങ്ങല്. ഇന്നലെ വരെ കോച്ചിങ് വന്നാണ്. അപ്പൊ ഇത് ഞങ്ങളെ ബ്രാൻഡാണല്ലോ, അപ്പൊ അത് വിജയിപ്പിക്കലും ഞങ്ങളെ ഇടമയാണ്. അതെ അതെ, ഞാൻ തിരിച്ച് ഹാഷ്മികയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ഇപ്പം ഇവര് നമുക്ക് ഹൈലൈറ്റ് മാളിൽ ഒരു അവാർഡൊക്കെ തന്നതുപോലെ ഒരു വൈറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി. പക്ഷെ ഇന്ന് ഒരുപാട് പേര് അത് ഏറ്റെടുത്ത് നമ്മുടെ പിൻഗാമികളായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവരിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു വലിയൊരു കാര്യം എന്തായിരിക്കും? അല്ല, അതിന് പിന്നെ ആദ്യം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളത്. കാരണം നമ്മൾ ടാഗ് ലൈനിൽ പറഞ്ഞതുപോലെ ഇന്ത്യാസ് ഫസ്റ്റ് ഈജിപ്ഷ്യൻ ഡെസേർട്ട് നമ്മളാണ്. ഇപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ സത്യത്തിൽ ഒരു വഴിവെട്ടിക്കൊടുത്ത് ആ വഴിവെട്ടി വന്നവനാണെന്ന് പറയണ്ടല്ലോ, ആ വഴിവെട്ടിക്കൊടുത്ത് കേരളത്തിൽ ആദ്യം അതല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യം ഈജിപ്ഷ്യൻ ഡെസേർട്ട് ഇട്ടത് ഞങ്ങളാണ്. അത് പിന്നെ ഓർക്കും കൂടി ഞങ്ങളെ പിന്തുടരുകയാണ് അവർ. ഞങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ട് ഞങ്ങൾ ഈജിപ്തിലെ ഡെസേർട്ട്, ദുബായിലെ സൗദിയിലെ ഡെസേർട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടാണ് മറ്റ് ബ്രാൻഡുകളൊക്കെ വരുന്നത് എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ട്. കാരണം നമ്മളെയാണല്ലോ അവർ പിന്തുടരുന്നത്. പിന്നെ എല്ലാത്തിലും ഇപ്പൊ ഡിസൈനൊക്കെ ഇപ്പം ഒരു പരസ്യം ഒരിത് കണ്ടു, ഒരു ഫോട്ടോ കറക്റ്റ് ഞങ്ങളെ ഡിസൈൻ, ആ ഡിസൈൻ ഈജിപ്തിൽ പോലും ഞങ്ങൾ ചെയ്ത ഡിസൈനാണ്. അല്ല, നമ്മളെ ഓൺ സാധനമാണ്, അത് ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ പിന്തുടരുകയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ ആഡ് ഉണ്ട്, ചില ആഡുകൾ ഞങ്ങൾ റൺ ചെയ്യുന്നുണ്ട്. ഇതിൽ ആഡ് ഞങ്ങൾ അതേ ആഡ് പേര് മാറിയിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾ അതേ ആഡാവും ഒരു പിന്തുടരുന്നത്. പിന്നെ രാവിലെ നീക്കുമ്പോൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ A മുതൽ Z വരെ ലബനാ, A11, C11, D11. ഞങ്ങള് ഓടാനുള്ള മെയിൻ പ്രചോദനം ഇപ്പൊ എന്താ അറിയോ, ഇപ്പൊ ഇവരെ എന്താ വെച്ചാല് നമ്മളൊന്നും പാടെ സത്യം പറഞ്ഞ സ്പീഡാക്കിയത് എല്ലാരും കോമ്പറ്റീറ്റേഴ്സും പാടെ കൂടിയോണ്ടാണ്. ഇപ്പൊ എന്താ വെച്ചാല് അവരും എല്ലാരും വരുന്നുണ്ട്, അപ്പൊ നമ്മളും ഓടാം. അല്ല, അതാ നല്ലത്. കാരണം നമ്മളിങ്ങനെ മോണോപോളി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വളരാൻ അല്ല, ഇതില് വേറെ കാര്യമുണ്ട്. കുറെ ആൾക്കാർ കസ്റ്റമർ വിചാരം എന്താന്ന് വെച്ചാല് എല്ലാ ലബനും സൈൻ ലബനാണെന്നാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 100 കൊളാബോളം നമ്മളതിലേക്ക് വരുന്നുണ്ട്. അതിൽ 2-3 കൊളാബ് ചിലപ്പം വേറെ ബ്രാൻഡിന്റെ ആണ്. അപ്പം ആ കസ്റ്റമർ വിചാരം എന്താണ്, ഇത് സൈൻ ലബൻ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് കസ്റ്റമറോട് വ്യക്തമായിട്ട് പറയാനുള്ളത് എല്ലാ ലബനും സൈൻ ലബനല്ല. നമ്മളൊരു ഇപ്പത്തൊരു ടാഗ് ലൈൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. അല്ല, അതിൽ നമുക്ക് എന്താ വെച്ചാല് ഇവരെ ഇപ്പൊ പറഞ്ഞത് നമ്മളെ പിന്തുടരാന്നുള്ളത് നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മളാണല്ലോ ഒരാളെ നമ്മളെ റോൾ മോഡലാക്കുക, അല്ലെങ്കിൽ നമ്മളെ മാതിരി ഇപ്പം നടക്കുക, നമ്മളെ മാതിരി ചെയ്യാന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളാണ് ഇപ്പോഴും നമുക്കത് എവിടെയും അടിവരട്ട് പറയാം, ഇന്ത്യാസ് ഫസ്റ്റ് ഈജിപ്ഷ്യൻ ഡെസേർട്ട് സൈൻ ലബൻ. പക്ഷെ അതില് ഉപ്പാര് പേരിട്ട പോലെ സൈൻ മുദ്ര എന്നുള്ളതാണ് സൈൻ. ആ പേര് സൈൻ റെസ്റ്റോറന്റിന് സൈൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇത് ഈ സൈൻ ഉള്ളിടത്ത് അതേപോലെ ഈ സൈൻ ലബൻ ആദ്യം കൊടുക്കുന്നത് ആ ഒരു മുദ്ര ഞങ്ങള് ഇന്ത്യയില് ട്രെൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് ആക്കി തന്ന്. പക്ഷെ ഇതിൽ നമുക്ക് ചെറിയൊരു കൺസേൺ ഉള്ള എന്താ വെച്ചാൽ ഇപ്പം നമ്മളെ ലബനാണെന്ന് പറഞ്ഞ് മറ്റേ ലബനിൽ കയറുമ്പോൾ ഒരു കൺസേൺ ഉണ്ട്. കാരണം ഇപ്പം നമ്മളെ ക്വാളിറ്റിക്ക് നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാത്തൊരു സാധനമാണ്.
അപ്പോൾ ആ ക്വാളിറ്റിയിൽ നമ്മൾ ഇപ്പോൾ ഓരോന്ന് കഴിച്ചിട്ട് നമ്മളതാണോ എന്ന് തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു പേടി നമ്മളെ ഒരു കൺസേൺ ഞങ്ങൾക്കുണ്ട്. ആ ഒരു ക്വാളിറ്റി, നമ്മുടെ ഒരു ക്വാളിറ്റി അവർക്ക് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാ പ്രൊഡക്റ്റും ഇറക്കുന്നത് ചെയ്യുന്നത്. ഞങ്ങളെ ഫാദേഴ്സ് എപ്പോഴും പറയും എന്ത് ഇറക്കുമ്പോഴും ക്വാളിറ്റിയാണ് വിട്ടിട്ടൊരു പരിപാടി ചെയ്യരുത്. നമ്മളിപ്പോഴത്തെ പ്രോഫിറ്റ് റേഞ്ച് നോക്കുകയാണെങ്കിലും വളരെ തിൻ നേരോ റേഞ്ചാണ് ഇപ്പം പോകുന്നത്. ക്യാഷ് നമ്മൾ ഇപ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ ക്യാഷ് നമ്മൾ സെക്കൻഡറി ആയിട്ടാണ് കാണുന്നത്. ക്യാഷ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വന്നോളൂ എന്നുള്ളതാണ്. അതങ്ങനെ വന്നോളൂ. പക്ഷെ നമ്മളെ ബ്രാൻഡാണ് നമ്മൾ ഏതൊരു നമ്മൾ ഔട്ട്ലെറ്റ് എടുത്ത് നോക്കിയാലും നമ്മൾ ആ ഒരു ബ്രാൻഡ് ഫീൽ കൊണ്ടുവരാനും ആ ബ്രാൻഡ് ഓരോ സാധനം ഓരോ ദിവസം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അപ്ഡേറ്റ് ആക്കാൻ പറ്റുന്നിടത്തോളം നമുക്ക് അറിയാത്തത് ഉണ്ടാവും കേട്ടോ. ഒരിക്കലും നമ്മൾ ഏറ്റവും ടോപ്പ് ലെവലിൽ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നൊന്നുമില്ല. ഇപ്പം നേരത്തെ ഋഷിയാസ് പറഞ്ഞതുപോലെ പിന്നെ മാക്കിലും KFC-യിലൊക്കെ കണ്ട സാധനം പിന്നെ കാണുന്നത് മലപ്പുറത്തുനിന്ന് വന്ന ഒരു ബ്രാൻഡായ സൈൻലാബാറിലാണ്. പിന്നെ കിയോസ്കി, ഇപ്പം കിയോസ്കി ഇതേപോലെ വലിയ ബ്രാൻഡുകളിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഓട്ടോമേറ്റഡ് സിസ്റ്റം അതും വലിയ ബ്രാൻഡ്സിൽ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ ഇതൊന്നും നമ്മളതായിട്ടുള്ള ഒരു സാധനമല്ല, പക്ഷെ എന്നാലും ഈ ഒരു സാധിക്കുന്നുണ്ട്. നമ്മൾ ഓരോ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഓട്ടോമേറ്റഡ് ഓൺലൈൻ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാണ്. ഓട്ടോമേറ്റഡ് ആയിട്ട് അവർക്ക് തന്നെ ഡെലിവറി ചെയ്ത് അവർക്ക് തന്നെ എത്തിക്കാൻ നമ്മളൊരു ഓൺ ടീമിനെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ബാക്കിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫുൾ ടൈം ഇത് ചിന്തിച്ച് അതിനനുസരിച്ച് എങ്ങനെ അപ്ഡേറ്റ് ആക്കാം നോക്കിക്കൊണ്ട് എങ്ങനെ ബ്രാൻഡ് ആക്കാം. ഇപ്പൊ എത്ര വർഷം കൊണ്ട് നമ്മൾ ഈ 25 ഷോപ്പിലേക്ക് എത്തുന്നത്? ഓൺലി 6 months or 7 months ആയിട്ടുള്ളൂ. അല്ല, അതിന് പിന്നെ വർഷം എടുത്തുണ്ട്. ഞങ്ങൾ ഈ ഫസ്റ്റ് ഷോപ്പ് ഓൾമോസ്റ്റ് 6 months 1 year ആയിട്ടുണ്ട്. ഹൈലൈറ്റിൽ നിന്നും യാത്ര ഭയങ്കര സ്പീഡായിരുന്നു. എന്റെ മനസ്സിൽ ഒരു മിനിമം 2 വർഷം ആയിട്ടുണ്ടാകും. 7 മാസം കൊണ്ട് 25 ഷോപ്പ് കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്. വർക്ക് നടന്നുകൊടുക്കുന്നുണ്ട് കേട്ടോ. 13 ഷോപ്പ് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ പറ്റില്ല, എന്താണ് ഇനി സൈൻലബന്റെ ഫ്യൂച്ചർ? എത്ര ഷോപ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? ഈ ക്രൗഡിനെ കുറയ്ക്കാൻ പറ്റുമോ നമുക്ക് ഇനി? അത് എന്താ വെച്ചാൽ നമ്മളിപ്പോ മാക്സിമം ഇപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോ 25 + 13 ഓൾമോസ്റ്റ് 35 സ്റ്റോഴ്സ് ആണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഇപ്പോൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തതാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെന്താ വെച്ചാൽ എല്ലാ സ്റ്റോറും ഒരേപോലെ ആവണം, എല്ലാ സ്റ്റോറും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാതും നല്ല ഹോട്ട് പിക്ക് ചെയ്ത് തിരുവനന്തപുരം ഭാഗത്തോട്ട് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് കിച്ചൺ കൊച്ചിയിൽ വന്നിട്ടുണ്ട്, കാക്കനാട്. അടുത്ത കിച്ചൺ സെൻട്രൽ കിച്ചൺ ഒരു ബിഗ് വൺ. ഒന്നും പാടെ നമ്മളെ പഴയതിൻ്റെ ആട്ടിലും കുറച്ചും പാടെ സിസ്റ്റമാറ്റിക് ആക്കി കാര്യങ്ങളാക്കി പക്ക റിസർച്ച് റൂമൊക്കെ ഉണ്ട്. പുതിയ സാധനങ്ങൾ അപ്ഡേറ്റ് അല്ല നമ്മൾ കൊടുക്കാൻ പാടില്ലല്ലോ. നമ്മളൊരു ഭാഗത്തോടുമ്പോ ഒരു ഭാഗത്തോടല്ലോ. പിന്നെ അടുത്തത് നമ്മള് പാൻ ഇന്ത്യൻ ലെവലിൽ ഇതാക്കണം എന്നുള്ളത് ഫസ്റ്റേ നമ്മൾ ഉദ്ദേശിച്ചതാണ്. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ബാംഗ്ലൂർ കിച്ചണിന്റെ വർക്ക് കഴിഞ്ഞു. സെൻട്രൽ കിച്ചൺ നമ്മളെല്ലായിടത്തും ഫസ്റ്റ് സിറ്റി കിച്ചണാണ്. കിച്ചണിൽ ട്രയൽ ചെയ്തതിന് ശേഷം അതിപ്പോൾ ട്രയലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രയൽ ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റോർ ഇപ്പോൾ ഏകദേശം ബാംഗ്ലൂർ 15 സ്റ്റോർ നമ്മൾ ഓൾറെഡി വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 സ്റ്റോഴ്സിന്റെ വർക്ക് തീർന്നു. അതിൽ 2 ഈ അടുത്ത വീക്ക് ഓപ്പൺ ചെയ്യും അങ്ങോട്ട്. അപ്പോൾ 15 സ്റ്റോർ അവിടെ തുറന്ന് നെക്സ്റ്റ് ചെന്നൈ, ഹൈദരാബാദ് ഇതൊക്കെ നമ്മളെ ടീം ഓരോരുത്തർ പോയിട്ടുണ്ട് നമ്മളെ കിച്ചണിന്റെ സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് കിച്ചൺ തുടങ്ങണം, അതിനൊരു കൺസിസ്റ്റൻസി വരുത്തണം. നമ്മളെ ഫുഡ് ഈ കോട്ടക്കല്ല് കൊടുക്കുന്ന നമ്മൾ ഈ മലബാർ കൊടുക്കുന്ന സാധനം ഇന്ത്യ മൊത്തം സെയിം ടേസ്റ്റിൽ കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ അതാണ് 2026 മിഡോട് കൂടി 100 ഷോപ്പ് എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത്. അടിപൊളി. അതൊക്കെ ദൈവത്തിന്റെയും പഠിച്ചതിന്റെ ഒക്കെ കൈ ഇതുണ്ടെങ്കിലും ഒരു കോള് വന്നിരുന്നു കോലാലംപൂരിൽ നിന്ന്. നിങ്ങളവിടെ തുടങ്ങിയിട്ടാണ് ഞാൻ വന്നത് സിംഗപ്പൂരിന്. അതർ കൺട്രിയിൽ നിന്ന് ഒരുപാട് കോളുകൾ കൊളാബറേറ്റ് ചെയ്യല്ലേ. ഇപ്പോൾ ഉസ്ബെക്കിന്ന് ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉസ്ബെക്കിന്ന് വിളിച്ചിരുന്നു. അതേമാതിരി സ്കോട്ട്ലാൻഡ്. സ്കോട്ട്ലാൻഡ് ഇപ്പം നമ്മളവിടെ ഇരുന്ന് സംസാരിക്കുമ്പം ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഒന്ന്
ചെയ്തൂടെ? അത് ഇനി നിങ്ങൾക്ക് വെച്ചൊരു കയറ്റമായിരിക്കും. ഇനി എല്ലാ രാജ്യത്തും വിളിക്കും. കാരണം ഞങ്ങളെ കണ്ടല്ലോ, ഞങ്ങളെ പരിചയപ്പെട്ട ആ ഒരു ഐശ്വര്യം ഇനി നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ആവും. ഇൻഷാല്ലാ അല്ലേ? ഓക്കെ. ഞാൻ തിരിച്ച് ഈ ബിസിനസ് കഥകളിലൊക്കെ വരുവാണെങ്കിൽ, നിങ്ങളൊരു 3 പേര് 3 രീതിയിൽ ബിസിനസ് ചെയ്യുന്നു. ബാപ്പാമാരുടെ ഒരു സിനർജി നിങ്ങളിൽ കൂടെ ഉണ്ടാകുമോ എന്നുള്ള പരീക്ഷണാടിസ്ഥാനത്തിൽ സൈൻലബ എന്ന് പറഞ്ഞ ബ്രാൻഡ് തുടങ്ങുന്നു. ചെറുതായിട്ട് കിച്ചണില് വേറെ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന കിച്ചണില് കൊണ്ടുവന്നൊരു ഈജിപ്ഷ്യൻ ഡിഷ് കൊണ്ടുവന്ന് അതിനെ നമ്മൾ അവിടുന്ന് ഡെവലപ്പ് ചെയ്ത ഒരു ഷോപ്പിൽ നിന്ന് തുടങ്ങി പയ്യെ 25 ഷോപ്പായി. ഇന്ന് ഈ സൈൻലബ എന്ന് പറയുന്ന ഫാമിലിയിൽ വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഇത്രയും ഗ്രോത്ത് ആയ ഒരു ഫാമിലിയിൽ എത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്? 300 ഫാമിലി മെമ്പേഴ്സ്. കിച്ചണിലും മുകളിൽ ഉണ്ടാവും. കാരണം കറക്റ്റ് ഒരു കണക്കെടുത്തില്ല. റൂട്ടിൽ പോകുന്നവരുണ്ട്, ട്രാവലിംഗ് ഉണ്ട്. ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് 300 എന്ന് പറയുന്ന നമ്പർ വലിയ നമ്പർ. അത് ഇനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കിച്ചണ് വരുന്നുണ്ട്, അപ്പൊ തന്നെ ഡബിളും ട്രിപ്പിളും ഒക്കെ പെട്ടെന്നാവും ഈ ഒരു 1 മന്ത് കൊണ്ട് തന്നെ. ഇപ്പോൾ നമ്മൾ ഹെയറിംഗിൽ തന്നെയാണ്, നമ്മള് ഹെയറിംഗ് നിർത്തിയിട്ടില്ല. തുടങ്ങി അന്ന് മുതൽ ഹെയറിംഗ് ആണ് സ്റ്റാർട്ടിങ് തന്നെ. നമുക്ക് 2 ആള് അതിനായിട്ടുണ്ട്. നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കൂടി ക്രിയേറ്റ്. നമുക്ക് അതിനൊരു HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതില് അവര് ഫുൾ ടൈം തന്നെയാണ് സ്റ്റാഫ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറെ ആൾക്കാർ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങളുടെ ആ ഒരു സിസ്റ്റം, ചിലപ്പോൾ നിങ്ങൾ ഉപ്പമാരുടെ ആ ഒരു സിസ്റ്റം കണ്ടു വളർന്നത് കൊണ്ടായിരിക്കും ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയും നിങ്ങൾ അതിനെ കാണുന്ന വിഷൻ. തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു സെൻട്രൽ കിച്ചൺ ഉണ്ടാക്കുക, എല്ലാത്തിനും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുക, എത്രത്തോളം നിങ്ങൾ വിഷണറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഞാൻ തിരിച്ച് നിങ്ങളുടെ ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ സൈൻലബയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരുപാട് ഷോപ്സ് 25 ഷോപ്സ് ഇപ്പൊ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വീണ്ടും നമ്മൾ പുതിയ ഷോപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കാര്യം, മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പുതിയ ഷോപ്പ് തുടങ്ങുമ്പോൾ നമ്മുടെ മാർക്കറ്റ് സ്റ്റഡി എങ്ങനെയാണ്? അതെങ്ങനെയാ വെച്ചാല്, നമ്മൾ ഒരു ഇപ്പൊ കോഴിക്കോട് നിന്ന് രണ്ടാമത് വന്നത് 5 സ്റ്റോറ് നമ്മുടെ മലബാർ ഏരിയയിൽ അതിൻ്റെ ശേഷം പിന്നെ വരുന്നത് കൊച്ചിയിലോട്ടാണ്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ തന്നെ നമ്മളൊരു ടീമായിട്ട് ഇരുന്ന് സംസാരിച്ച് ഒക്കെ ഓക്കെ ആക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എല്ലാവരുടെ ഇടയിലുള്ളൊരു ടോക്ക്, മീൻസ് എല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയയാണ് കൊച്ചി, ഒരു സിറ്റി. അപ്പോൾ കൊച്ചിയിൽ എവിടെ ഇടണം എന്നുള്ള മാർക്കറ്റ് സ്റ്റഡി എടുക്കുമ്പോൾ നമ്മൾ ഓരോ നാട്ടിലും ഞങ്ങൾ ഒരു സ്ഥലം കാണുമ്പോൾ നമ്മളൊരു ബ്രാൻഡ് പുതിയത് ക്രിയേറ്റ് ചെയ്യണം, നമുക്കത് വിജയിക്കണം എന്നുള്ളത്. നമ്മളെന്താ വെച്ചാൽ ഉപ്പാരുടെ അടുത്ത് നിന്ന് നമ്മൾ പുതിയൊരു ബ്രാൻഡിലോട്ട് വരുന്ന അത് നമ്മൾ വിജയിപ്പിക്കേണ്ട അത്യാവശ്യം ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം നോക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളും ഞാനും ഇവനും പേഴ്സണലായിട്ട് ഇപ്പോൾ ഒക്കെ സ്റ്റാഫുകളായി, അതിനൊക്കെ ടീമുകളായി. ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഓരോ ഷോപ്പുകളും നമ്മൾ രാവിലെ ഉച്ചക്കും രാത്രിയും പോയ സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ ഒരു ക്രൗഡ് പുള്ളും അവിടുത്തെ ഒരു എന്താണ് അവിടുത്തെ കസ്റ്റമർ ബേസ്. ഇപ്പൊ നമ്മള് കാക്കനാട് വന്ന ടൈമിൽ കാക്കനാട് 2 ദിവസം കാക്കനാട് നിന്ന് നമ്മൾ വാച്ച് ചെയ്തു അവിടെ എത്ര കസ്റ്റമർ വാക്കിങ്സ് ഉണ്ട്. നമുക്കറിയാത്ത സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഒരു രാവിലെയും വൈകുന്ന ജസ്റ്റ് കാഷ്വൽ ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു ടൈമിൽ അവിടെ നിന്ന് വാക്കിങ്സ് എത്ര ഉണ്ട് നോക്കിയാൽ തന്നെ ഓക്കെയാണ്. പിന്നെന്താ വെച്ചാൽ നമുക്ക് ഇവിടെയൊക്കെ റൂം എടുത്തു തരാനും ഇപ്പോൾ ഓരോ ഏരിയകളിലും ചെറിയ ഒരു നമ്മളൊരു പാർട്ടാക്കാം, പാർട്ട്ണർഷിപ്പിലൊരു പാർട്ട് നമ്മൾ ഫ്രാഞ്ചൈസിൻ്റെ ആട്ടിലും കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മളൊരു പാർട്ടാക്കാം, ജോയിന്റ് വെഞ്ചർ. അപ്പോൾ അതിൽ നമ്മൾ ചെറിയൊരു പാർട്ട് ഓഫ് പെർസെൻറ്റേജ് ആണ് കൊടുക്കാറ്. അതാണ് നമ്മൾ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഒഴിവാക്കി ചെയ്തിട്ടില്ല. ഒക്കെ എല്ലാത്തിലും ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് സാധനം അപ്പൊ എന്താ വെച്ചാൽ ചെയ്തിട്ട് പിന്നെ നമ്മളാണ് നടത്തുന്നത്. ഒരാളതിലേക്കൊരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു റൂം, നല്ല റൂം, ഉദാഹരണത്തിന് ഇപ്പോൾ കാക്കനാട് റൂം എടുത്ത് തന്നെ നമ്മളൊരു കൊളീഗ്സാണ്, നമ്മളെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അത് നല്ല റൂമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു, അവിടെ നോക്കി ഇഷ്ടപ്പെട്ടപ്പോൾ ഓരോന്ന് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത്. പക്ഷെ അത് കംപ്ലീറ്റ്ലി റൺ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെറിയൊരു പെർസെൻറ്റേജ് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടണം. നമ്മളൊരു ലോക്കൽ ഇപ്പോൾ മാർക്കറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് സ്റ്റഡി ഒരിക്കലും നമ്മൾ മലബാർ റീജിയനിൽ ഞങ്ങൾ വന്ന് ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ല, ഒരു മാർക്കറ്റ് സ്റ്റഡി ഒന്നും അറിയാൻ സാധ്യത കുറവാണ്. ഇപ്പം നമ്മളെന്താ വെച്ചാൽ അവിടുത്തെ ലോക്കലി ഉള്ള ആൾക്കാർ ഇപ്പോൾ നല്ല സ്പേസുകൾ പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കും. ഇപ്പോഴും നമ്മൾ അത് മാത്രമാണ് നമ്മൾ കോള്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഞങ്ങളൊരു ഫോണ്, ഒരു ഫ്രാഞ്ചൈസി ഒരു ഫോണ് ഞങ്ങളന്ന് പ്ലാൻ ചെയ്ത ടൈമിൽ ഫ്രാഞ്ചൈസിക്ക് ഒരു ഫോണൊക്കെ വാങ്ങി നല്ലൊരു സിമ്മൊക്കെ എടുത്ത് ഞങ്ങൾ മൊത്തം മാനേജേഴ്സിനൊക്കെ നമ്പേഴ്സൊക്കെ എടുത്ത ടൈമിൽ അപ്പം അങ്ങനെ ഒരു ആ നമ്പർ എടുത്ത് പിറ്റത്തെ ദിവസം ഞങ്ങൾ ഓഫാക്കി. എന്താ വെച്ചാൽ 100 കണക്കിന് ഫ്രാഞ്ചൈസി കോൾസാണ് ഡെയിലി. ഓരോ ദിവസം 100 ഫോണെങ്കിലും വരും. ഇവന്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഫോൺ വരും, കട്ടാക്കും. നമ്മൾ ഫോൺ ഓഫാക്കി. ഫ്രാഞ്ചൈസി എന്നുള്ള വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, അതിന് ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി. നമ്മളൊരു നല്ല സ്പേസ് തരുന്നവർക്ക് ചെറിയൊരു പെർസെൻറ്റേജ്
നമ്മൾ കൊടുക്കും. അത് അപ്പൊ അവരാണ് അതിന്റെ മാർക്കറ്റ് സ്റ്റഡി. അത് നമ്മൾ ആ ലോക്കലി ഉള്ള ആൾക്കാരെയാണ് ആഡ് ചെയ്യാറ്. ഇപ്പൊ MG ഇപ്പോൾ ഷെനാസ് തിയേറ്ററിന്റെ അവിടെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് അവിടെ ലോക്കലി ഉള്ളതാണ്, ആള് റൂമാണ്, ആൾക്ക് അത്രയും ട്രസ്റ്റ് ഉണ്ട് അവിടെ ബിസിനസ് ഉണ്ടാവും. നമുക്ക് മൂപ്പർക്ക് ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് സാധനം കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം പോവാണ്. ഇപ്പോൾ തിരുവനന്തപുരം പോകുമ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ ഞാൻ ആകെ 8ാം ക്ലാസ് എന്നിട്ടാണ് തിരുവനന്തപുരം പോയത്. സ്കൂളിൽ നിന്ന് ടൂർ ചെയ്താണ്. പിന്നെ തിരുവനന്തപുരം പോണത് ഞാനും ഋഷിയാസും കൂടി കഴിഞ്ഞ ആഴ്ചയാണ്, 2 ആഴ്ച മുമ്പാണ്. അന്നാണ് ഞങ്ങൾ 2 ദിവസം അവിടെ തികച്ചൊന്ന് നിൽക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്നത്, മറ്റേത് ടൂറാണല്ലോ പോണത്. അങ്ങനെ ഒരു കറക്റ്റ് ഷെഡ്യൂൾഡാ ഞങ്ങൾ ഇപ്രാവശ്യമാണല്ലോ. എന്നാൽ തന്നെ ഞങ്ങള് ഫോൺ കോളുകളോണ്ട് മീൻസ് ഞങ്ങളെ ബിസിനസ്സുകളും ഉണ്ടല്ലോ, അല്ല എന്നാൽ തന്നെ നമ്മളൊരു മര്യാദക്ക് കാണുന്നത് അന്നാണ്. അപ്പൊ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഈ തിരുവനന്തപുരം പോയി നമ്മളൊരു റൂം, ഇപ്പൊ നേരത്തെ മാർക്കറ്റ് സ്റ്റഡി പറഞ്ഞപ്പോൾ നമ്മൾ റൂം സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്രയാണ് ഇവിടെ ക്രൗഡ് പുള്ളിങ് ഉള്ളത്, ഇവിടെ ഇത് ഒരു ഹൃദയമാണോ, ദ ഹാർട്ട് ഓഫ് സിറ്റി ആണോ തിരുവനന്തപുരത്തിന്റെ, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യനുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇതെന്താണ് ഇവിടെ തുടങ്ങിയാൽ വിജയിക്കോ, പാർക്കിംഗ് നോക്കണം, ഒക്കെ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ പോലെ എന്താ ചെയ്ത് നമ്മളെ ട്രസ്റ്റ് ഓൾക്ക് കൈമാറാണ്, കാരണം ഓരും കൂടി നമ്മളെ ഭാഗമാകാണ്. അപ്പം ഒരു ചെറിയൊരു ജോയിൻറ്റ് വെഞ്ചർ ഓലും നിൽക്കും, അതോടുകൂടെ ഓരും പിന്നെ നമ്മളെ ബിസിനസ്സിലേക്ക് ജോയിൻ്റ് ആവും. പിന്നെ അവരും വളരും. എല്ലാവരും പ്രാർത്ഥനയും വേണം. ഡെവലപ്പ് ചെയ്യും. പക്ഷെ തിരുവനന്തപുരം ആണെങ്കിലും നമ്മളെ സിസ്റ്റമാണ്, നമ്മളാണ് റൺ ചെയ്യണത്, നമ്മളാണ് ഇത്, നമ്മളെ കമ്പനി ഓപ്പറേറ്റഡ് ആണ് കംപ്ലീറ്റ്. ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ്. അങ്ങനെയാണ് കംപ്ലീറ്റ്. ഓൾ ഇന്ത്യൻ വരികയാണെങ്കിലും കമ്പനി ഓപ്പറേറ്റഡ് ആണ്. കാരണം നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്താലാണ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ പറഞ്ഞല്ലേ സെൻട്രൽ കിച്ചൺ ഉണ്ടാക്കുന്നു, എല്ലായിടത്തും ഒരേ ടേസ്റ്റ് കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ നിങ്ങള് മലബാറുകാരാണല്ലോ, പാരഗണിൽ നിന്ന് ബിരിയാണി കഴിച്ചാൽ എല്ലാ പാരഗണിലും ഒരേ ടേസ്റ്റാണ് ബിരിയാണിക്ക്. അപ്പൊ അതുപോലെ സൈലബാനിൽ കോട്ടക്കലിൽ നിന്ന് കഴിച്ചാൽ അതേ ടേസ്റ്റ് ആയിരിക്കും നാളെ സ്കോട്ട്ലൻഡിൽ തുടങ്ങിയാൽ അവിടുത്തെ സൈലബാനിന്റെ ഡെസേർട്ടിനും ഇൻഷാല്ലാ പെട്ടെന്ന് തുടങ്ങാൻ പറ്റില്ലേ. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു? അത് റെസിപ്പി തന്നെയാണ്. റെസിപ്പി കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ അളവും. അതേപോലെ തന്നെ ഒരു ഡെസേർട്ടിന്, ഒരു പ്രൊഡക്റ്റിന് ഏതൊക്കെ, പിന്നെ ഇപ്പോൾ കേക്ക് ആണെങ്കിലും ക്രീം ആണെങ്കിലും അതേപോലെ അതിൻ്റെ സ്പ്രെഡ് ആണെങ്കിലും ഒരളവ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പിന്നെ ഷോപ്പുകളിലും എല്ലാ കൗണ്ടേഴ്സിലും നമ്മൾക്ക് ഒരു അളവ് അവർക്ക് കൊടുക്കും. അപ്പോൾ അത് പ്രകാരമാണ് അവർ, ഈ അളവാണ് നമ്മുടെ USP. അതെ, അപ്പോൾ അത് പ്രകാരമാണ് അവർ പിന്നെ ഓരോ ഡെസേർട്ടും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടേസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ കിട്ടും, ആ കൺസിസ്റ്റൻസി എല്ലായിടത്തും ഫോളോ ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ എവിടെ തുടങ്ങിയാലും, ഇനിയിപ്പോൾ സ്കോട്ട്ലാൻഡ് ആണെങ്കിലും കോലാലംപൂർ ആണെങ്കിലും എവിടെ തുടങ്ങിയാലും ആ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതുവരെ ചെയ്ത ഒരു 25ഓളം പിന്നെ ഷോപ്പുകളുണ്ട്, അവിടെയൊക്കെ ഒരേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നതും. അതിനാരും ഇതുവരെ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. നാളെ നമ്മളെ ജനറേഷൻ മാറി ഇനി അടുത്ത ജനറേഷൻ വന്നാലും ഇതിനൊന്നും കറക്റ്റ് SOP നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെസിപ്പി SOP കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം പറ്റുന്നിടത്തോളം നമ്മൾ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജനറേഷൻ വന്ന് ഇതുപോലെ സ്പാർക്കിന്റെ അന്ന് സ്പാർക്ക് ഉണ്ടാവട്ടെ, അന്ന് കഥ പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത ജനറേഷൻ പറയാം, അന്ന് ഞങ്ങളുടെ ഉപ്പമാരുണ്ടാക്കി വെച്ചേക്കുന്ന റെസിപ്പിയാണ് ഞങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കട്ടെ അല്ലേ. പ്രൊഡക്ട്സും അതിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒക്കെ ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. നമ്മളെല്ലതും ഉപയോഗിക്കുന്നതും ബ്രാൻഡഡ് ക്വാളിറ്റി. പണ്ടൊക്കെ നമ്മൾ പുറത്തുനിന്ന് പിന്നെ കൊണ്ടുവന്നതായിരുന്നു. ഇപ്പൊ സൗദിയിൽ നിന്ന് ഇപ്പൊ നമ്മളെ കുറെ ആദ്യം ഒരു 6 മാസമാണല്ലോ നമ്മളെ ഓരോരുത്തർ വരുമ്പോ അവിടുന്ന് ആരാ വരുന്നതെന്ന് ചോദിച്ചിട്ട് ഓരോരുത്തൊക്കെ സാധനം കൊടുത്തേക്കലായിരുന്നു. പിസ്തൊന്നും ഇല്ല, ഇനി ഒരു 2 വർഷം മുമ്പ് നമ്മളാണ് സത്യം പറഞ്ഞാൽ പിസ്ത എന്നുള്ള ട്രെൻഡ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പിസ്തന്റെ ഒരു അളവ് കേരളത്തിക്ക് വരുന്നത് നമ്മള് മാറ്റി എന്നൊക്കെയാണ് ഫാക്ടറി പോയിരുന്നു. പിസ്തന്റെ ഞങ്ങൾ എടുക്കുന്നത് നമ്മൾ ഫാക്ടറിയിൽ നിന്നാണ്. അപ്പം അവിടെ പോയപ്പം അവർ പറഞ്ഞത്, എന്ത് കേരളത്തിലെ ആൾക്കാരെല്ലാവരും കൂടി പിസ്ത കുടിക്കുകയാണെന്ന് ചോദിച്ചു. ഓണർ ചോദിച്ചാണ്, പിസ്ത ഹൈക്കായി. അപ്പൊ ഞങ്ങൾ തന്നെ വലിയൊരു ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്, അതേപോലെ ബാക്കിയുള്ളവർ കുറെ ആൾക്കാർ എടുക്കണ്ടോ എന്താ. പക്ഷെ അത്രയും പിസ്ത എന്തായി അന്നൊന്നും ഇല്ല. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം. പിന്നെയാണ് വെൻഡേഴ്സിനൊക്കെ കറക്റ്റ് ചെയ്ത് ഷോർട്ടായി. ഒരു ടൈമില് കേരളത്തിലേക്കൊക്കെ വിളിച്ചു, ഇതേപോലെ
എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു? അല്ല ന്യൂട്ടനിലൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ ഇല്ലായിരുന്നു മാർക്കറ്റിൽ, ഭയങ്കര സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഒരു സമയത്ത്. നമ്മള് എല്ലാ പർച്ചേസിങ് കാരണം അല്ല നമ്മളെ പർച്ചേസിങ് എന്നല്ല, പർച്ചേസ് തന്നെയാണ്. വേറെ ആരും തുടങ്ങിയിട്ടില്ലല്ലോ, നമ്മള് മാത്രല്ല. ഇപ്പോഴാണ് കുറച്ച് പിന്നെ ആളുകളൊക്കെ അതേപോലെ തുടങ്ങിയത്. വിശ്വാസം പറഞ്ഞ കറക്റ്റ്, അവിടെ ലെബൻ തരംഗം വന്നത്. എന്താ വെച്ചാല് നമ്മള് അത്രയും ആ ക്വാണ്ടിറ്റി ഉപയോഗിക്കണോണ്ടാവും. നിങ്ങളിപ്പം വേറെ ഏതെങ്കിലും ബ്രാൻഡിന്റെ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ബേസിക്കലി സൈലബാൻ കഴിച്ചിട്ടുള്ളൂ. വേറെ എവിടെ നിന്ന് അങ്ങനെ നമ്മുടെ ബ്രാൻഡിന്റെ ക്വാളിറ്റി ആണെങ്കിൽ ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉപ്പമാരുടെ സിനർജി നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച 3 പേരാണ്. ആ സിനർജി ഉണ്ടെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സെക്കൻഡ് ജനറേഷൻ ബിസിനസ്സാണ്. എപ്പോഴും നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ജനറേഷൻ ബിസിനസ് തുടങ്ങി അത് പൂട്ടി നമുക്ക് ആരോടും ഒന്നും പറയാനില്ല. ഞാൻ തുടങ്ങി എനിക്ക് സക്സസ് ആക്കാൻ പറ്റിയില്ല, ഞാൻ നിർത്തി എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ നമുക്ക് അവസാനിപ്പിക്കാം, പുതിയൊരു ബിസിനസ്സിലേക്ക് പോകാം. പക്ഷെ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന വലിയൊരു ടാസ്ക്കാണ്. കാരണം ഈ ഉപ്പമാരുടെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ട്രസ്റ്റ്, ക്രെഡിബിലിറ്റി ഇതെല്ലാം കളയാതെ വേണം ഇതെല്ലാം കളയാതെ വേണം നിങ്ങൾ അടുത്ത ബിസിനസ്സിലേക്ക് വരാനും അതിനകത്ത് നിങ്ങളൊരു സക്സസ് ആവാനും. ഈ ടാസ്ക് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, എങ്ങനെ ഇതിനെ ഓവർകം ചെയ്തു, എങ്ങനെ ഇതിനെ ആ പൈസ കളയാതെ എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും? അത് വലിയൊരു ടെൻഷനുള്ള കാര്യമാണ്. കാരണം എന്താ വിഷയം എന്ന് വെച്ചാൽ, ഒരു പുതിയ ഇപ്പം ഞങ്ങൾ കോളേജ് മേറ്റ്സ് ആണെങ്കിൽ ഞങ്ങൾ 4 പേരും കൂടി ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് ഫ്ലോപ്പായി. അത് ആരോടും പറയണ്ട, ആരും അറിയില്ല. നമ്മൾ 4 ആൾക്കാർ ചിലപ്പോൾ അടിച്ചു പിരിയേ പൈസ കളയേ എന്തെങ്കിലും ആയിട്ട് അതാണ്ട് പോവുള്ളൂ. പക്ഷെ ഇതെന്താ വെച്ചാൽ ഞങ്ങളെ ഉപ്പമാർ, പിന്നെ ഞങ്ങളെ കസിൻസ്, ഞങ്ങളെ എളാപ്പമാർ, ബ്രദേഴ്സ്, ഇവരൊക്കെ ബിസിനസ് ഇപ്പം ഹോട്ടലിൽ, ബേക്കറി ഇങ്ങനത്തെ ബിസിനസ്സൊക്കെ സക്സസ് ആക്കി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റായിട്ട് നമ്മൾ വരികയാണ്. അപ്പോൾ ഭയങ്കര ഒരു ചലഞ്ചുള്ള സാധനമാണ്. കാരണം ഒരു സാധനം വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ നമ്മളെ പിന്നെ പാഷൻ തന്നെയാണ്. നമ്മളത് ഒരു ഭയങ്കര പാഷനായിട്ട് ആ സാധനത്തിനെ കൊണ്ടുവന്നുള്ളതാണ്. എന്താ വെച്ചാലേ പല ബ്രാൻഡുകൾ കൊണ്ടെടുക്കുന്ന ആൾക്കാരാ. അതിന്റെ ഒക്കെ കൂട്ടത്തിലും ഏതിനും നമുക്ക് വിടാൻ പറ്റില്ല. നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങളാ. ഇപ്പൊ നമ്മള് കുറെ ബ്രാൻഡുകൾ, സബ് ബ്രാൻഡുകൾ നമ്മൾ തന്നെ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്. പിന്നെ കുറെ ബ്രാൻഡുകൾ ഓൾറെഡി നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സണൽ ബിസിനസ്സുകളുണ്ട്. പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഫാമിലി ഓറിയന്റഡ്, ഈ ഫാമിലി ആണ് നമുക്കൊരു കറക്റ്റ് ഒരു ബാക്ക് സപ്പോർട്ട്. ഇതിനൊക്കെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റും നല്ലൊരു ബാക്ക് സപ്പോർട്ട് വേണം. അത് എന്തായാലും തീർച്ചയായിട്ടും അവരെ ഭാഗത്തു നിന്ന് കിട്ടിയോണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ ചിലപ്പം ഇപ്പൊ ഈ വളർന്നത് ഞങ്ങൾ ചിലപ്പോൾ 2 കൊല്ലം, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ 2 കൊല്ലം വേണ്ടി വന്നായിരുന്നു. ബട്ട് ഇത് ഇവരൊരു ബാക്ക് സപ്പോർട്ടും പിന്നെ അവരും ബിസിനസ്സിലുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് അറിയാം താഴ്ചയും പൊന്തലും ഓരോ ഗൈഡൻസും നമുക്ക് എപ്പോഴും ഉണ്ട്. ഈവൻ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് തലേ ദിവസം വരെ മീറ്റിംഗ് ഞങ്ങൾ ഇന്നലെ മീറ്റിംഗിൽ ഫാദർ ഓലായിട്ട് ഞങ്ങളെ കസിൻസും ഫാദേഴ്സും ഞങ്ങൾ മീറ്റിംഗ് ഇരുന്നിട്ടാണ് 1 മണിക്കായിട്ടാണ് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പോരുന്നത്. കൊച്ചിയിലോട്ട് രാത്രി 1 മണി കഴിഞ്ഞ് അവിടുന്ന് നേരെ കൊച്ചിക്ക് 5 hour ഡ്രൈവ് ഇവിടെ എത്തി. അങ്ങനെയാണ് വരുന്നത്. അതൊരു പാഷൻ. എന്തായാലും ക്വാളിറ്റിയിൽ നഷ്ടം വന്നാലും വേണ്ടില്ല. മീൻസ് ഞങ്ങള് PNL എടുക്കുമ്പോൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുമ്പോൾ, നമ്മളൊരു ഇത്രയും ഷോപ്പുകൾ നടക്കുമ്പോൾ അത്രയും ടേൺ ഓവേഴ്സ് നടക്കുന്നുണ്ടാവും. ആ ഒരു ടേൺ ഓവറിനനുസരിച്ചുള്ള പ്രോഫിറ്റ് റേഞ്ച് നമ്മളെ വേറെ ബിസിനസ് നടത്തുന്നതിനും വളരെ കുറവാണ്. അത്ര റിസ്ക് എടുക്കണ്ട. അപ്പോ എന്നിട്ടും അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം വന്ന് ലാസ്റ്റ് അപ്പോഴും പറഞ്ഞത് ഇതാണ്, ഇനിയിപ്പോൾ പ്രോഫിറ്റ് കുറച്ച് കുറഞ്ഞാലും ക്വാളിറ്റി കുറക്കണ്ട, ബ്രാൻഡ് എപ്പോഴും വേണം. നമ്മൾ തലമുറകളായിട്ട് കൊണ്ടെടുക്കുന്ന സാധനം നമ്മളിപ്പോൾ ഇതുവരെ തുടങ്ങിയതൊന്നും ഇപ്പോൾ പാരൻസ് തുടങ്ങി, നമ്മളൊക്കെ ഒറ്റക്ക് തുടങ്ങിയതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഓൺലൈൻ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഒരു 8 കൊല്ലം മുമ്പ്. അതൊന്നും അത് എന്ന് വെച്ചാൽ നമ്മൾ ആ ടൈമിൽ മെച്ചുവേർഡ് അല്ല. പിന്നെ അതിന്റെ ശേഷം ഇങ്ങനെ പേഴ്സണൽ ബിസിനസ്സുകളും കാര്യങ്ങളും പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. ഒരു ബിസിനസ്സുകാരന് എപ്പോഴും ഒരു ഉയർച്ചയും താഴ്ചയും ഉയർച്ചയും ഉണ്ടാവും. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തില്ല. പിന്നെ ഒരു പാഷനായിട്ട് ഒരു ഡെഡിക്കേഷൻ ആയിട്ടൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. പിന്നെ അതിലൊക്കെ അപ്പുറം എല്ലാരും ഒരു സപ്പോർട്ട് വർക്ക്, പിന്നെ ഒരു ദൈവാനുഗ്രഹം ഒക്കെ പറയാം. അത് പറയണല്ലോ. നമ്മള് തുടക്കം തന്നെ സത്യത്തില് നമ്മള് പ്രതിജ്ഞ എടുത്ത തന്നെ നമ്മളെ വിശ്വാസപ്രകാരം നമ്മള് മക്കത്തിനെടുത്താ പോരുന്നത്. സാറ് അവിടുന്നാണ് നമ്മൾ തുടങ്ങണത്. അവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്തായാലും നമുക്ക് എന്തായാലും
വിചാരിച്ചിട്ടുണ്ടാവും. അല്ല അതൊക്കെ ഒരു എന്ത് സംഭവത്തൊക്കെ ഇറങ്ങുമ്പോൾ ബ്ലോക്ക് അത് അവനാന്റെ മതത്തിൽ വിശ്വസിച്ചിറങ്ങിയാകുമ്പോ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പൊ ഏത് ഇതായാലും അപ്പൊ എല്ലാം കൂടി ഒത്തു വന്ന് ഇതാണ് ഈ സക്സസ്. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഈ സക്സസ് ഇനിയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. നമ്മള് ആദ്യമേ പറഞ്ഞതുപോലെ 2026 മിഡ് ആകുമ്പോഴേക്കും 100 എന്നുള്ളത് 100 നിൽക്കാതെ അതിലുപരി വളരട്ടെ. കാരണം അങ്ങനെ വളർന്നാൽ മാത്രമാണ് ഇപ്പൊ പറയുന്ന ഈ 300 കുടുംബങ്ങൾ എന്നുള്ളത് 3000-ലും 30,000-ലേക്കൊക്കെ എത്താൻ സാധിക്കുള്ളൂ. കേരളത്തിൽ അത്രയും വലിയൊരു തരംഗം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളും ഒരുമിച്ചുണ്ടാകും, കൂടെ നമുക്ക് ഒരുമിച്ച് വളരാം. തീർച്ചയായിട്ടും സന്തോഷം. വളരെ നല്ലൊരു എപ്പിസോഡ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ആ ക്യൂവിന്റെ കാരണമെന്ന് ഇപ്പൊ മനസ്സിലായി കാണില്ല. ഇവരുടെ ആ ഒരു വൈബ്, ഇവരുടെ സ്നേഹം, ക്വാളിറ്റി, അവർ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ആ ഒരു കാരണം കൊണ്ടാണ് സൈൻ ലബാൻ എന്ന് പറയുന്ന ബ്രാൻഡ് വളർന്നത്. നമുക്ക് വളരാൻ സാധിക്കും ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ. സോ ഇനിയും നല്ലൊരു കഥയുമായിട്ട് നമുക്ക് വരാം. പുതിയൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ വരെ താങ്ക് യു.